ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ കാരണം എന്നെ പിടിച്ച് ജയിലിലിടാനും ഈ ചാനൽ നിങ്ങൾ ഇനി കാണാതിരിക്കാനും ചാൻസ് ഉണ്ട്. കാരണം ഇപ്പൊ ഈ നാട്ടിൽ നടക്കുന്നതിന്റെ പേരാണ് പുതുയുഗ അടിയന്തരാവസ്ഥ. അടിയന്തരാവസ്ഥ കാലത്തിനെ പറ്റി കേട്ടുകേൾവിയെങ്കിലും കാണുമല്ലോ. ആളുകൾ കൂട്ടം കൂടാൻ പാടില്ല, ഭരണകൂടത്തിനെതിരെ അഭിപ്രായം പറയാൻ പാടില്ല, ഭരണകൂടത്തിനെ വിമർശിക്കാൻ പാടില്ല. പക്ഷെ പേര് ജനാധിപത്യ രാജ്യം അഥവാ ജനങ്ങൾ ഭരിക്കുന്ന രാജ്യം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ നടത്തുന്ന പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളിലൊന്ന് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും തപ്പലാണ്. മുഴുവൻ ഭരണ സംവിധാനങ്ങളെയും ഉപയോഗിച്ച് അവർക്ക് അപ്രിയമായ സത്യങ്ങൾ പറയുന്നവരെയോ, പോസ്റ്റ് ഇടുന്നവരെയോ, വീഡിയോ ചെയ്യുന്നവരെയോ, ട്രോൾ ഉണ്ടാക്കുന്നവരെ, റീൽ ഉണ്ടാക്കുന്നവരെ, മീം ഉണ്ടാക്കുന്നവരെ എന്നിങ്ങനെ കാണുമ്പോൾ ചിരി വരുന്ന എന്തെങ്കിലും ചെയ്യുന്നവരെ വരെ തപ്പിയെടുത്ത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നവർക്കെതിരെ എന്തെങ്കിലും ഒരു കേസ് അങ്ങ് ഫയൽ ചെയ്യും. ചിലപ്പോൾ ഈ മാനഹാനി, അധിക്ഷേപ പരാമർശം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ബാക്കിയുള്ളവരെയും അവരുടെ പേജുകളെയും പതുക്കെ സോഷ്യൽ മീഡിയയിൽ നിന്ന് റിമൂവ് ചെയ്യും. ഇജാതി ജനാധിപത്യ രാജ്യമല്ലേ. ഈ മോഡൽ നമ്മൾ എവിടെയോ കണ്ടിട്ടില്ലേ? ആ ഗുജറാത്ത് മോഡൽ തന്നെ. മോദിജിയും ടീമും ചെയ്യുന്നത് കണ്ട് ഇൻസ്പയർ ആയിയാണ് നെഹ്റുവിയൻ സോഷ്യലിസ്റ്റായി നമ്മുടെ മേനോൻ സാറിന്റെയും ടീമിന്റെയും വർക്ക്. സോഷ്യലിസ്റ്റ് എന്ന വാക്കിന്റെ അർത്ഥം പോലും അറിയാതെ പാവൻ നെഹ്റുവിന്റെയും കൂടെ പേര് കളയാനായിട്ട് മോളെ കൊണ്ട് തന്നെ പുള്ളി കുടുങ്ങിയിരിക്കുകയാണ്. അപ്പോഴാണ് കുറെ ഫോളോവേഴ്സ് ഓരോ നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞു റീല് കട്ട് ചെയ്തിടാൻ പാകത്തിന് എന്തെങ്കിലും ഒന്ന് പറയാണ്. അപ്പൊ മോദിജി ധർമ്മേന്ദ്ര പ്രധാൻ എന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി വരെ എത്തിച്ച വിദ്യാർത്ഥി പ്രക്ഷോഭം ഓർമ്മയില്ലേ? വിദ്യാർത്ഥി പ്രക്ഷോഭത്തിലേക്ക് എത്തിയ കുട്ടികളെ പോലീസും ഗുണ്ടകളും ചേർന്ന് ആക്രമിക്കുന്നതിന്റെ വീഡിയോ കണ്ടാണ് ഈ നാട്ടിലെ സകലരും ഈ അക്രമം തിരിച്ചറിഞ്ഞത്. നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി രാജ്യം മുഴുവൻ ഒന്നിച്ച് അതിനെ റെസിസ്റ്റ് ചെയ്തു. പക്ഷെ ഇപ്പൊ അതിന്റെ വീഡിയോ ഒക്കെ പതുക്കെ പതുക്കെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതങ്ങനെ വെറുതെ പോണതല്ല. മെറ്റയും ജിയും ഒക്കെ നമ്മുടെ ഓർമ്മയിൽ നിന്ന് ഇതങ്ങ് മാച്ചു കളയാമെന്ന വ്യാമോഹത്തോടെ ഒഴിവാക്കുന്നതാണ്. മൂടി വെച്ചാൽ സത്യം വെളിയിൽ വരൂല എന്ന ഒരു സാധാരണ കള്ളന്റെ ബുദ്ധി ഉപയോഗിച്ച് ചെയ്യുന്നതാണ് ഇതൊക്കെ. എമ്പുരാനും ഹാലും ബാൻ ചെയ്ത പോലെ, BBC ഡോക്യുമെന്ററി ബാൻ ചെയ്ത പോലെ, ഇതിന്റെ കൂടെ കേരള സ്റ്റോറിയും കേരള സ്റ്റോറി 2ഉം സക്സസ്ഫുള്ളി സ്ക്രീനിങ് ചെയ്യുന്നത് പോലെ വിദ്യാർത്ഥി പ്രക്ഷോഭമൊക്കെ ആളുകൾ മറന്നോളൂല്ലേ. ആ വീഡിയോസ് ഒക്കെ റിമൂവ് ചെയ്ത് നോക്കിയാൽ മതി. ഇതേ വഴിയിലാണ് നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി പ്രമുഖ മാധ്യമ സ്ഥാപനങ്ങളുടെ ലക്ഷങ്ങൾ റീച്ച് പോയ കാർഡുകളും പോസ്റ്റുകളുമാണ് മണിക്കൂറുകൾക്കുള്ളിൽ അപ്രത്യക്ഷമായത്. മുഖ്യമന്ത്രി പങ്കെടുത്ത പരിപാടികളുമായി ബന്ധപ്പെട്ട വസ്തുതാന്വേഷണ വാർത്തകൾ, കേന്ദ്രത്തിന്റെ സാമ്പത്തിക നയങ്ങൾക്കെതിരെയുള്ള വിമർശനങ്ങൾ എന്നിങ്ങനെ മേനോൻ സാറിനും ജിക്കും പരോക്ഷമായെങ്കിലും സപ്പോർട്ട് കൊടുക്കാത്ത ഒന്നും ഇവിടെ നാട്ടുകാർ കാണണ്ട എന്ന മൂടാണ്. അതേസമയം വായി തോന്നിയ സകല വിഷവും യൂട്യൂബ് ചാനൽ തുറന്നു വെച്ച് പടച്ചുവിടുന്ന, കലാപാഹ്വാനം വരെ നടത്തുന്ന, റേപ്പിനെ നോർമലൈസ് ചെയ്യുന്ന TG മോഹൻദാസ് പോലുള്ളവരുടെ വീഡിയോ ഒക്കെ ഇവിടെ സേഫ് ആണ് കേട്ടോ. ജിയുടെ സപ്പോർട്ടേഴ്സ് ആയതുകൊണ്ട് അവരെയൊന്നും മേനോൻ സാർ തൊടൂല. ഇരട്ടത്താപ്പം എന്നൊക്കെ പറഞ്ഞാൽ മാന്യത കൂടിപ്പോവും. നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് എന്ന് പറയുന്നവരുടെ ഈ പരിപാടിക്ക് സോഷ്യലിസവുമായോ ജനാധിപത്യവുമായോ എന്തിന് നെഹ്റുവുമായോ പോലും യാതൊരു ബന്ധവുമില്ല. ദയവേദ നാട്ടുകാർ അങ്ങനെയൊന്നും തെറ്റിദ്ധരിച്ചു കളയരുത്. വാക്കുകളൊക്കെ സോഷ്യൽ മീഡിയ സ്റ്റണ്ട്. ഇതാണ് യാഥാർത്ഥ്യം, ഇതാണ് യഥാർത്ഥ മുഖം. ഇനി വിലയിരുത്തിക്കും. മിക്കവാറും നാളെ മുതൽ ഈ ചാനൽ കാണാൻ ചാൻസ് ഇല്ല. എന്നാൽ അടുത്ത ചാനലിൽ കാണാം. മിണ്ടാതിരിക്കാൻ പറ്റില്ലല്ലോ, ജനാധിപത്യ രാജ്യമല്ലേ.